ഡിസ്നിയുടെ പുതിയ സ്നോ വൈറ്റ് എന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് വനിത സ്ക്രീൻ 1 വന്നിരിക്കുകയാണ്. 4K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സംവിധാനവും സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ് ഇവിടെ ഉള്ളത്. വനിതയിലെ 4 തിയേറ്ററിലും എമ്പുരാൻ ഇങ്ങനെയായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത് 27 മാർച്ച് തൊട്ട്. സ്നോ വൈറ്റ് ഫ്രം ഡിസ്നി, ഡയറക്റ്റഡ് ബൈ മാർക്ക് വെബ്, ഡയറക്ടർ ഓഫ് 500 ഡേയ്സ് ഓഫ് സമ്മർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ജോസഫ് ഗോർഡൻ ലെവിറ്റ് വെറുതെ കിടിലം പടം. സൂയിഡിസ് ചാനൽ കിണ്ണം കാച്ചി പടം വരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആൻഡ് ദി ബെസ്റ്റ് വർക്ക് ഓഫ് മാർക്ക് വെബ് എന്ന് ഞാൻ പറയും. ഇത് കൂടാതെ അമേസിങ് സ്പൈഡർമാൻ 1 ഉം 2 ഒക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞ ക്രിസ് വാൻസ്, ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള ക്രിസ് വാൻസിൻ്റെ പടമൊക്കെ എടുത്തിട്ടുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യനാണ് ഈ സിനിമ എടുത്തതെന്നുണ്ടല്ലോ, എനിക്കൊരു രീതിയിലും മനസ്സിലായില്ല. ഡിസ്നിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ എല്ലാ മികച്ച ഡയറക്ടേഴ്സിനെയും കൊണ്ടുപോയി ഫീൽഡ് ഔട്ട് ആക്കുക. പുതിയ പരിപാടിയാണ് ഇപ്പോൾ ഡിസ്നിയുടെ. നല്ല കോമഡിയാണ്. മുഫാസയുടെ ഡയറക്ടർ, മൂൺലൈറ്റിൻ്റെ ഡയറക്ടറാണ്. പുള്ളിയെ കൊണ്ട് എടുത്തു വെച്ചത് മുഫാസ ശരിക്കും പറഞ്ഞാൽ വേറെ ആരെയും കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിച്ചാലോ അല്ലെങ്കിൽ ഡിസ്നി ഇടപെടാതിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് എന്തെങ്കിലും ചെയ്തെടുത്താനേന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഡയറക്ടറിൻ്റെ പ്രോബ്ലമായിട്ട് അല്ല എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആ ഡയറക്ടറെ കൊണ്ട് പണിയെടുപ്പിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ അവസ്ഥയാണ്. ഇവർക്ക് അതും ഇതൊക്കെ ഇങ്ങനെ വേണം. ഇവർക്ക് എല്ലാത്തരം ആൾക്കാരെയും കേറ്റർ ചെയ്യണം. കുട്ടികൾ, ഗർഭിണികൾ ഉൾപ്പെടെ എല്ലാവരെയും ഐമാക്സിൽ കയറ്റണം, എല്ലാവരെയും കാണണം. ആ സെറ്റപ്പാണ് ഇത് ചെയ്ത് എല്ലാ വോക്കിസും എല്ലാ കോപ്പും ഒക്കെ തള്ളിക്കയറ്റി നശിപ്പിച്ചെടുക്കും ഒരു പടം. ഡിസ്നി പണ്ടുണ്ടല്ല എന്ത് കിടിലൻ സിനിമകളാണ് എടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. ഡിസ്നി എന്തിലിപ്പോൾ കൈവച്ചാലും അത് നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. എന്ത് സാധനത്തിൽ കൈവച്ചാലും മാർവലിൽ കൈവച്ച് മാർവലും നശിപ്പിച്ചെടുത്തു ഒരു വിധത്തിൽ. ഇവരുടെ ഈ ഒരു പ്രൊപ്പഗൻഡ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നശിപ്പിച്ച് കുളം തോണ്ടലാണ് ഇപ്പോഴത്തെ പരിപാടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് ഡിസ്നിയുടെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കളർഫുൾ, നല്ല പാട്ടുകളുള്ള കിടിലൻ സിനിമകൾ എന്നുള്ള കോൺസെപ്റ്റായിരുന്നു. പഴയ ഡിസ്നിയുടെ പടമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ വല്ല തോട്ടിൽ പറയും. അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഡിസ്നിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്ത്യയിൽ ഡിസ്നി പടത്തിന് പ്രത്യേകത ഉണ്ട് വേറെ. എന്താണെന്നറിയാമോ? ഡിജിറ്റലാക്കിയ പിന്നെ ഡിസ്നി ഇങ്ങോട്ട് അയക്കുന്ന പ്രിൻ്റ് നല്ല ഊച്ചാളി പ്രിൻ്റുകളാണ്. അതിപ്പോൾ മാർവലിലെ സിനിമ ആയിക്കോട്ടെ, അവതാർ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ സിനിമ ആയിക്കോട്ടെ, എല്ലാം 2K പ്രിൻ്റാണ് അയച്ചേക്കണത്. 2025 ഡിസ്നിയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ച് വേറെ ലെവലിലുള്ള ആൾക്കാർ ഇങ്ങോട്ടൊക്കെ അയച്ചു വിടുന്നത് അപരാധം പിടിച്ച 2K പ്രിൻ്റ്. ഒരൊറ്റ DCPക്ക് മര്യാദക്ക് സൗണ്ട് ഉണ്ടാവില്ല, മര്യാദക്ക് സറൗണ്ട് സൗണ്ട് ഉണ്ടാവില്ല. ഇതൊക്കെ സറൗണ്ട് സൗണ്ട് പോലും ഫീൽ ചെയ്തില്ല. അറ്റ്മോസാണ് അത്ര, അറ്റ്മോസ് തേങ്ങാ കൊലയാണ്. ഇവിടെ ലോക്കൽ നമ്മളിവിടെ കേരളത്തിലുള്ള പിള്ളേർ ഇതിനേക്കാൾ നന്നായിട്ട് അറ്റ്മോസ് മിക്സ് ചെയ്യും. ഡിസ്നിയാണ് അത്ര. ഡിസ്നി ഒരു തൊലിഞ്ഞ പ്രിൻ്റാണ് ഇങ്ങോട്ട് അയച്ചു വിട്ടേക്കണത്. ഈ സിനിമ ഉണ്ടല്ല, വനിതയിൽ ലേസറിൽ കാണാൻ പറ്റിയ ഏറ്റവും കിടിലൻ പ്രൊജക്ടറിലാണ് കണ്ടത്. എന്നിട്ടുണ്ടല്ല കളേഴ്സ് എന്ന് പറഞ്ഞ സാധനമില്ല. ഈ സിനിമയുടെ പോസ്റ്റർ, ഈ പോസ്റ്റർ കണ്ട എന്ത് കളർഫുള്ളാണ്. ഇത് ഒരു 100 കളറിങ് ഉണ്ടല്ലോ, ഞാൻ കണ്ടത് 10 കളറ്, വെറും 10. ഇത് 100%. ഞാൻ സിനിമ കണ്ടപ്പോൾ 10% കണ്ട അവസ്ഥയാണ്. മുഫാസയുടെ അവസ്ഥ ഇത് തന്നെയാണ്. മുഫാസയുടെ പോസ്റ്ററൊക്കെ എടുത്തു നോക്കിയാൽ നല്ല ഗോൾഡ് നിറം, നല്ല ഐസൊക്കെ നല്ല വിളവളാന്നിരിക്കുന്നു, എല്ലാം പച്ചപ്പ് ഹരിതാപം ഒക്കെ കിടിലം നല്ല കളറ്. പടം കാണാൻ ചെന്നപ്പോഴാണ് ഒടുക്കത്തെ ഡൾ കളറ്. ഈ കളർ ഇത് എൻ്റെ അഭിപ്രായത്തില്ല, കളറേ ചെയ്യണ്ട നീയൊന്നും. അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും വിവിധ രീതിയിലോ എന്തെങ്കിലും രീതിയിൽ ചെയ്യുക. ഓരോ സിനിമയുടെ ടോൺ അനുസരിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ കളർ ചെയ്യുന്നത്. ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ കളറിസ്റ്റിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലില്ലി എന്ന് പറഞ്ഞ സിനിമയുടെയൊക്കെ കളർ ചെയ്തിട്ടുള്ള ആൾ. അതുപോലെ ഒരുപാട് സിനിമകൾക്ക് കളർ ചെയ്ത, പല്ലോട്ടി എന്ന് പറഞ്ഞ മൂവിയൊക്കെ കളർ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ പുള്ളിയോട് പോലും പറഞ്ഞു, എൻ്റെ ബ്രോ ഇത് എന്തോന്നാണ് കാണിച്ചു വെച്ചേക്കണേന്ന്. ശരിക്കും സങ്കടം തോന്നിപ്പോയി. ഈ റേച്ചൽ സെഗ്ലർ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമല്ല. കാരണം പല കാര്യങ്ങളുണ്ട്. പേഴ്സണൽ ലൈഫിൽ പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാരണം പുള്ളിക്കാരിയെ കണ്ണെടുത്താൻ കണ്ടുകൂടാ. ഇപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള എന്താ പറയുക, ചില ആക്ട്രസിനെ ഒന്നും മറ്റേ
അതിനെന്താ പറയണത്, മറ്റേ പരിപാടിക്ക് എന്താ പറയണത്, മറ്റേ മക്കളുടെ മക്കൾ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, നെപ്പോട്ടിസം എന്ന് പറഞ്ഞുകൊണ്ട് ഹെയ്റ്റ് ചെയ്യുന്ന പോലെ ഈ കുട്ടിയുടെ സ്ട്രോങ് നിലപാടുകൾ കാരണം കുറച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ കാരണം ആൾക്കാർക്ക് കണ്ണെടുത്താൽ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ സിനിമയ്ക്ക് മാരക ബാക്ക്ലാഷ് ആയിരുന്നു. ഇതിനകത്ത് വണ്ടർ വുമൺ ആയിട്ടുള്ള അഭിനയിച്ചുള്ള ഗാൽ ഗഡറ്റ് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നൊരു നടിയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസിൽ വന്നപ്പോൾ തൊട്ട് വണ്ടർ വുമണായിട്ട് വന്നേ പിന്നെ മാരക ലെവലിൽ സ്റ്റാർഡം അനുഭവിച്ച് വന്നിരുന്ന ഒരു നടി ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴേക്കും ഒടുക്കത്തെ ബാക്ക്ലാഷാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തൊട്ട് ആൾക്കാർ ഇതിനെ ഊക്കാൻ തുടങ്ങിയതാണ്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തെന്നുള്ളത്. കാരണം ഇതിനകത്ത് ഗാൽ ഗഡറ്റ് എൻ്റെ അമ്മ ശോകം എന്നൊക്കെ പറഞ്ഞാൽ അൾട്രാ പത്തറ്റിക് ശോകം. ഇതുപോലുള്ള ഒരു വിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് ആഞ്ചലിന ജോലി മാലെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി പടമുണ്ട് ഡിസ്നിയുടെ തന്നെ. അതൊന്ന് കണ്ടു നോക്ക്. അതിനകത്ത് ആഞ്ചലിന ജോലി അഭിനയിച്ച് കാണണം. ഒന്നും വേണ്ടതേ, ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇത് സ്നോ വൈറ്റ് അല്ലേ? ഇത് ഒരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഡിസ്നിയുടെ തന്നെ കാർട്ടൂണായിട്ടുള്ള അല്ലെങ്കിൽ ആനിമേഷനായിട്ടുള്ള മൂവി അല്ലെങ്കിൽ ആ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സ്നോ വൈറ്റ് ആൻഡ് ദി 7 ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ആനിമേറ്റഡ് സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് ആക്ഷൻ പരിപാടിയാണ് ഇവർ ചെയ്തു വെച്ചത് അല്ലെങ്കിൽ ചെയ്യാൻ നോക്കിയത്. ആ ലൈവ് ആക്ഷൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞുതരട്ടാ. എന്നാൽ അതും കൂടെ പറഞ്ഞിട്ട് പോവാം ബാക്കി, എന്നിട്ട് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതിനകത്ത് ലൈവ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുറച്ച് 2-3 ശരിക്കുമുള്ള ആക്ടേഴ്സിനല്ലാതെ ദ്വാവ്സായിട്ടുള്ള കുള്ളന്മാർ, വാക്ക് ഉപയോഗിക്കുന്ന അത്ര ശരിയല്ല, പക്ഷേ ഇവിടെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനത്തെ ആളുകളെ കാണിച്ചുകൊണ്ടുള്ള കുറച്ച് പരിപാടി ഉണ്ട്. 7 കുള്ളന്മാരുണ്ടല്ലോ, അവരെ കാണിക്കുമ്പോഴല്ല എടീ ഇപ്പം ഈ 2025 പോട്ടെ, ഒരു 4-5 കൊല്ലം മുന്നേ ഇറങ്ങിയ ഗെയിമിൽ ഇതിനേക്കാൾ നല്ല ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. ഒണിമുഷ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമുണ്ട്. അതെന്നിറങ്ങിയാന്ന് അറിയാം, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ. ഇതിനും കിടിലൻ ഗ്രാഫിക്സ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കട്ട് സീൻസിൽ. ഇതിനകത്ത് ഒന്നും വേണ്ട, പോളാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ 20 കൊല്ലം മുന്നേ, ഏകദേശം 23 കൊല്ലം മുന്നേ എന്തോ ഇറങ്ങിയ പടമാണ്. ഇതിനും നല്ല CG ഉണ്ട്. ഇതിനകത്ത് 7 ഡ്രോപ്സിനെ കാണിക്കാൻ പറ്റില്ല. എന്താണ്, അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ റിയൽ ലൈഫ് ആക്ടേഴ്സ് വരുമ്പോൾ, ഈ റേച്ചൽ സെഗ്ലർ അല്ലെങ്കിൽ ഗാൽ ഗഡറ്റിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ ഒറിജിനൽ ആൾക്കാരാണെന്ന് ഫീൽ ചെയ്യും. ഈ ഡ്വാഫ്സിനെ കാണിക്കുമ്പോൾ ഇത് ഏതോ ആനിമേഷൻ പടം പോലെ ഇരിക്കണം, ഒരു 3D ആനിമേഷൻ പടം പോലെ. അത്രയും ശോകം, അത്രയും അൾട്രാ ശോകം വരുന്നു ഈ പടത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് നല്ല പറയാണ്ടായിരുന്നു ഞാൻ പറഞ്ഞേനെ, പക്ഷേ ഉണ്ട്, പറയാനുണ്ട്. ഡ്രസ്സ് മാത്രം, അതായത് ഔട്ട്ഫിറ്റ്സ് ചെയ്തിരിക്കുന്നത്, കോസ്റ്റ്യൂം ഡിസൈനർ കിഡു, പിന്നെ സെറ്റ് ഡിസൈൻ കിഡു, പിന്നെ കുറേ കൊട്ടാരമൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ കൊള്ളാം. പക്ഷേ ഇതെല്ലാം കളറിസ്റ്റ് നശിപ്പിച്ച് കളഞ്ഞ അവസ്ഥയാണ്. അല്ലെങ്കിൽ അയാളോട് ഇവരെന്താ കാണിക്കാൻ ഉദ്ദേശിച്ച് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. നോളൻ ഒരു ഡാർക്കർ ടോൺ വെച്ച് പടം എടുക്കാൻ തുടങ്ങി, എല്ലാവർക്കും ആ ടോണിൽ വേണം. ഈ ആന കാര്യം സാധിക്കാൻ പോകണം കണ്ടിട്ട് ആട് കാര്യം സാധിക്കാൻ പോകരുത്, മനസ്സിലായോ? അതായത് ഡിസ്നി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതങ്ങനെ തന്നെ ചെയ്താൽ പോരെ. എല്ലാവരും കിണറ്റി ചാടുന്നു പറഞ്ഞാൽ നിങ്ങൾ ചാടാൻ നിൽക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കിണറ്റിൽ നിന്ന് ചാടാനുള്ള കഴിവുണ്ടോയെന്ന് ആദ്യം നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിന് അത് ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾ ഡിസ്നി അല്ലേ, ഡിസ്നി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ നല്ല രീതി അത് ചെയ്താൽ പോരെ. എനിക്ക് മനസ്സിലാവില്ല, കാര്യമായിട്ട് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് എല്ലാവരും ആ വഴി പോകണം, എന്നാൽ ഞങ്ങൾ ആ വഴി പോകാമെന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരം കാണിച്ച പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഡിസ്നി എന്തോന്ന് ഒലക്കിനെടുത്ത് വെച്ചിരിക്കുന്നത് ഈ പടം വെച്ചിട്ട്. ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഇത് സ്നോ വൈറ്റ് അല്ലേ? ഇതിനൊക്കെ മുന്നേ ഏകദേശം 10 കൊല്ലം ഇന്നുകൊണ്ട് ആ സിനിമ ഇറങ്ങിയിട്ട്. ഞാൻ ഇപ്പോൾ വേറെ സിനിമ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ഈ സ്നോ വൈറ്റ് ആൻഡ് ദ ഹൺസ്മാൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ല? നമ്മുടെ തോറായിട്ട് അഭിനയിക്കുന്ന ക്രിസ് ഹെംസ്വർത്ത്, ഷാർലീസ് തെറൺ, നമ്മുടെ ക്രിസ്റ്റീൻ സ്റ്റീവോർട്ട്, നമ്മുടെ ടോയ്ലറ്റിൽ മറ്റേ എപ്പോഴും ഒരേ എക്സ്പീരിയൻസ് കാണിക്കുന്ന നടി, അവർ വരെ അഭിനയിച്ചിട്ട് വേറെ ലെവല് പടം വരുന്നത്, വേറെ ലെവല് പടം. ഈ കീണ്ണ കാച്ചി ആക്ഷൻ, ഇതിനൊരു സെക്കൻഡ് പാർട്ടും ഉണ്ടായിരുന്നു. ഷാർലീസ് തെറൺ വേറെ ലെവലിൽ അഭിനയിച്ച് വെച്ചാണ് ഇതേ ക്യാരക്ടർ. ഈ എൻ്റെ പൊന്നി, അത് ഗാൽ ഗഡറ്റിന് നമ്മളുണ്ടല്ല എന്താണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഡിസ്നിക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ് ഈ മ്യൂസിക്കൽ ഉണ്ടാക്കണതിൻ്റെ, എനിക്കറിയാൻ പാടില്ലാണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഈ മ്യൂസിക്കൽ എടുത്ത് എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത്? എന്തോരം നല്ല മ്യൂസിക്കൽ പടം വേറെ ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്.
ഈ ഈ പറഞ്ഞ ഇതിനകത്ത് അഭിനയിച്ച മറ്റേ ആ കുട്ടിയുണ്ടല്ലോ, എന്തായിരുന്നു എന്ത് സെഗ്ലർ, പെട്ടെന്ന് പേര് പറഞ്ഞു. ആ കുട്ടിയുടെ തന്നെ ആദ്യത്തെ സിനിമ സ്റ്റീവൻ സ്പിൽബർഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നടിയാണ്. സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഒരു പടത്തിലൂടെയാണ് ഈ കുട്ടി വരുന്നത്. ആ സിനിമ ഒരു മ്യൂസിക്കലായിരുന്നു. അത് പണി അറിയാവുന്ന ഡയറക്ടർ സ്റ്റീവൻ സ്പിൽബർഗ് ഇങ്ങനെ എടുത്തു വെച്ചേക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്നാണ് ആ സിനിമയുടെ പേര്. ഒരുപാട് എന്താ പറയുക അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു പടമാണ്. ആ സിനിമ എടുത്ത് വെച്ചേക്കണുണ്ട്. ആ സിനിമയിൽ ഈ കുട്ടി തന്നെ പാടി അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ കുട്ടി പാടിയിട്ടുണ്ട്. ഒരു പോസിറ്റീവ് പറയാനുള്ളത് ഈ കുട്ടിയുടെ പാട്ടാണ്. ലിറിക്സൊക്കെ മാങ്ങ പറിച്ചെൽക്കത്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. വേറെ റൈം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്ടൊക്കെ കോഞ്ഞാട്ട് എഴുതി വെച്ചേക്കണ പോലെയാണ് ഫീൽ ചെയ്യുക. മറ്റേ ആമ പോയറ്റ് ബട്ട് യു ഡിൻ നോ ഇറ്റ് എന്നുള്ള രീതിയിലുള്ള സാധനം പോലെയും അല്ല, ഒരുമാതിരി സാധനങ്ങൾ. അതായത് മറ്റേ ഇങ്ങനെ ഇതിൽ ലിറിക്സ് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ സൺഡേ ഹോളിഡേയിൽ നമ്മുടെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ എഴുതുന്നു, വയലാർ എഴുതുമോ ഇതുപോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ അവസ്ഥയായിരുന്നു എനിക്ക് ഇതിനകത്തുള്ള ലിറിക്സൊക്കെ കേട്ട്. വൻ കോമഡി ലിറിക്സ്. പക്ഷേ ഈ കുട്ടിയുടെ നല്ല വോയിസ് കൊണ്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യമായിരുന്നു ഇതൊക്കെ ചെയ്തു വെച്ച ഈ ഒരു അപരാധ പടത്തിലാണെന്നുള്ളതാണ്. പിള്ളേർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടമായിരിക്കും, കാരണം ചെന്ന് കാണുമ്പോഴേക്കും. പക്ഷേ ഇവിടെ പിള്ളേർ പോലും എന്തിലാണ് അട്രാക്റ്റഡ് ആവുന്നത്? പൊതുവെ ഒരു പിള്ളേർക്ക് ഒരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാൻ പോയാലോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ പിള്ളേരുടെ ഡ്രസ്സ് എങ്ങനെ ഇരിക്കണേ? കളർഫുള്ളായിരിക്കും. കാരണം കളേഴ്സിലാണ് അവർ അട്രാക്റ്റഡ് ആവണത്. ഇവിടെ ബേസിക് മാർക്കറ്റിംഗ് കാര്യമാണത്. ഇത് നിങ്ങൾ ഈ സിനിമ പിള്ളേർക്ക് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ പോലും ഇവിടെ കളർ ആരെയും കുറച്ചിടുകൂടെ? ഏതവനെയാണ് അവിടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്? ഇത്രയും പൈസയൊക്കെ മേടിച്ചിട്ട് കളറൊക്കെ ചെയ്യണമാതിരി എന്താണ് കാണിക്കണത്? ഇവന്മാർ മറ്റേ തുമ്മിയ കളർ ബാർ 100 10 പോയാ എന്ത് ശോകമായിരുന്നറിയാമോ? കുറേ നല്ല വിഷ്വൽസ് ഉണ്ട് ഈ സിനിമയിൽ. ഞാൻ പറഞ്ഞ പോലെ ആ ദ്വാപ്സിൻ്റെ പോർഷൻ അല്ലാത്ത സാധനങ്ങളിൽ നല്ല വിഷ്വൽസ് ഉണ്ട്. ഈവൻ ആ ദ്വാപ്സിൽ തന്നെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള അടിപൊളി ക്യാരക്ടർ. പക്ഷേ എൻ്റെ പൊന്നോ, ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല. ഒന്നാമത് മ്യൂസിക്കൽ പണ്ട് കാലങ്ങളിൽ നല്ല കിട്ടുള്ള മ്യൂസിക്കൽസൊക്കെ ഇറങ്ങിയിരുന്നത്. ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി മ്യൂസിക്കലാണ്, കണ്ടിട്ടുണ്ടോ? ബാസ് ലെർമൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ ഡയറക്ടറാണ്. മൊളിൻ റൂഷൊക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്തത്. നമ്മുടെ അമിതാഭ് ബച്ചൻ ലിയോനാർഡോ ഡിക്കാപ്രിയോയുടെ കൂടെ അഭിനയിച്ച പടമാണ്. ടോബി മഗ്വയർ സ്പൈഡർമാൻ്റെ മച്ചാൻ അഭിനയിച്ച പടമാണ്. എൻ്റെ മോനെ അതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് കാണണം. മ്യൂസിക്കലാണ്, പക്ഷെ വേറെ ലെവല്. സ്വീനി ടോഡ് ദ ഡീമൺ ബാർബർ ഓഫ് ഫ്ലീറ്റ് സ്ട്രീറ്റ് പടം കണ്ടു നോക്ക്. ടിം ബർട്ടൻ്റെ നമ്മുടെ മൈസ്ട്രോ ആയിട്ടുള്ള ജോയിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള പടം. പറയുമ്പോൾ രോമാഞ്ചം വരും. മ്യൂസിക്കലാണ്, പക്ഷേ ഒരു മ്യൂസിക്കൽ ത്രില്ലർ. അത് എടുത്ത് വെച്ചിരിക്കുന്ന അതാണ് പണി അറിയാവുന്ന ഡയറക്ടേഴ്സ്. ഈ മാർക്ക് വെബ് പണിയറിയാവുന്ന ഡയറക്ടർ തന്നെയാണ്, പക്ഷേ ആളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കില്ല. കാരണം ഈ പ്രൊഡ്യൂസർമാരും പ്രൊഡക്ഷൻ കമ്പനികളും ഈ പറഞ്ഞ ഡിസ്നീനെ പോലെയുള്ള ടീമുകൾ ഈ എല്ലാത്തിലും കയറി കൈയിടാൻ തുടങ്ങി. കൊളായതാണ് എല്ലാ ഫ്രാഞ്ചൈസികളും എല്ലാ സാധനങ്ങളും. ഇവർക്ക് കുറേ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇവർക്ക് എല്ലാവരെയും തിയേറ്ററിൽ കയറ്റിക്കണം. അല്ലാതെ ഇപ്പോൾ മാർവൽ എന്ന് പറഞ്ഞാൽ മാർവലിൻ്റെ സിനിമകൾ കാണാൻ വന്നവരെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ തന്നെ മാർവൽ ഹിറ്റ് അടിക്കും എല്ലാ പടം. ഇത് അവന് ക്യൂർ കമ്മ്യൂണിറ്റീനെ തൃപ്തിപ്പെടുത്തണം, ഇവന് എല്ലാ വർഗ്ഗക്കാരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എക്ക കുത്തിക്കയറ്റി നശിപ്പിച്ച് പണ്ടാരോടൊക്കെ കുളം തോണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് ഇപ്പോഴും 2025 മാറ്റില്ല. ഇത്ര കൊണ്ടിട്ടും പഠിക്കാനുള്ള മാരക രീതിയിൽ ബാക്ക്ലാഷാണ് സ്നോ വൈറ്റ്. ഇതല്ല കേട്ടോ, ഇത് കിട്ടില്ല പടം. മറ്റേ സാധനത്തിന് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പഠിക്കൂല. ഇങ്ങനെ കുറേ മൊണ്ണേജുകളാണ് അവിടെ ഇരിക്കുന്നത്. എന്ത് പറയാനാണ്? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓൾറെഡി ചവറ പടം ഇറക്കണം, അത് കൂടാണ്ട് ചവറ പ്രിൻറ്റും കൂടിയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. കുറേ നാളെ ഞാൻ സഹിക്കണേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്, മാർവലിലേക്ക് ഈ അവസാനം ഇറങ്ങിയ പടം ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് എന്ത് പടമായിരുന്നുണ്ട്, എന്ത് സിനിമയായിരുന്നു. ബ്രേവ് ന്യൂ വേൾഡൊക്കെ വെറുപ്പിക്കൽ, അങ്ങേറ്റം വെറുപ്പിക്കൽ. ഒരു വ്യൂവറിൻ്റെ സമയത്തിനോ അയാളുടെ പൈസയ്ക്കോ വില നൽകാത്ത രീതിയിൽ, കൽപ്പിക്കാത്ത രീതിയിൽ ഒരു ചട്ടിപ്പടമാണ് എടുത്തു വെച്ചിരുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്, ഒരു ചട്ടിപ്പടം. ആ റെഡ് ഹൾക്കും കൂടി ഇല്ലെങ്കിൽ ആ സിനിമ വേറും ആട്ടർ വേസ്റ്റായിട്ട് തോന്നിയൊരു പടമാണ് എനിക്ക്. അതുള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതിനും പ്രിൻ്റ് അയച്ചത് ലോഗോ ഇടായ്പ പരിപാടി. 4K കണ്ടെയ്നറിൽ കൊണ്ടിട്ട് 2K പ്രിൻ്റ് ഇട്ടിട്ട് വലിച്ച് 4K സെറ്റപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. 4K ഒറിജിനൽ പ്രിൻ്റ് അയക്കണതിന് പകരം 2K പ്രിൻ്റ്
4K കണ്ടെയ്നറിൽ അയച്ചേക്കണം. നമ്മളെന്താ പൊട്ടന്മാരാ? നിങ്ങളെന്താ വിചാരിച്ചത് ഇന്ത്യയിലെ ആൾക്കാർക്ക് ബുദ്ധിയിലാണ്? ഇവിടെ നിൻ്റെയൊക്കെ രാജ്യത്തുള്ള ബിൽഡിങ്ങും മറ്റോ മറിച്ചതും കമ്പനികളൊക്കെ എന്താണ് സഹായിച്ച് ഈ ലെവലിൽ ആക്കി കൊടുത്തത്, അല്ലെങ്കിൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാരല്ലേ? അപ്പോൾ ഞങ്ങളെന്താ വെറും പോഴന്മാരാണെന്ന് വിചാരിച്ചാൽ? ഇതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചാൽ? നീയൊക്കെ മറ്റേ 4K കണ്ടെയ്നറിൽ 2K ഇട്ടുണ്ടോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല എന്ന് വിചാരിച്ചാൽ? ഡിസ്നി എടേ വാൾട്ട് ഡിസ്നി ഉണ്ടായിരുന്നുണ്ട്. അങ്ങേര് അടി വെച്ച് അടിച്ച് നിങ്ങളുടെ തലയൊക്കെ പൊട്ടിച്ചാനെ. അങ്ങേരെ പേര് കളയാനായിട്ട് കുറേ ഞങ്ങൾ വന്നിരിക്കുകയാണ് വെറുതെ ശോകം. അങ്ങേര് പാവം മരിച്ചു, അല്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പം അങ്ങേര് എക്കത്തിനെ ഓടിച്ചാനെ കമ്പനിയെ അടിച്ച് പുറത്തിറക്കിയാനെ. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരാണ് വാൾട്ട് ഡിസ്നി കമ്പനിക്ക്. വാൾട്ട് ഡിസ്നി എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്നി മൂവീസ് എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് രോമാഞ്ചം വരുന്നു. പഴയ ഡിസ്നി മൂവീസൊക്കെ ഒന്ന് എടുത്ത് പോയി കണ്ടു നോക്ക്. ഡിസ്നി പിക്സാറിൻ്റെ പടങ്ങളൊക്കെ എടുത്ത് നോക്ക്. വോളി എന്തൊരു സിനിമ, റാറ്റിട്ടോ. ഇപ്പം ഇങ്ങനെ പറയാൻ ഒരു കുന്നുണ്ടാവും. അപ്പ് പിക്സാർ ആയിരുന്നില്ല. എന്തോരം പടങ്ങളുണ്ടേ. ആൻസ് ലൈഫ്, ബക്സ് ലൈഫ്, പറയുമ്പോൾ ആനിമേഷൻ പടങ്ങൾ ഒരു കുന്നുണ്ടാവും. ഇപ്പോൾ പണ്ടൊക്കെ ഒരു ഡിസ്നി പടം കാണുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഹാർട്ട് ഹെവി ആവും. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ എൻ്റെ മോനിൽ നിന്ന് രോമാഞ്ചം അടിക്കും. പാട്ട് നമ്മൾ ഓർത്തിരിക്കും. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കണ്ട് തീർത്തിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോയാൽ മതിയായിരുന്നു തോന്നിപ്പോണ രീതിയിലാണ് ചില പടങ്ങൾ ഇറക്കിക്കൊണ്ട് വരുന്നത്. ഞാൻ ഇന്ന് വനിതവിൻ്റെ കണ്ടപ്പോൾ ഭാഗ്യത്തിന് ഈ പടത്തിന് ഇൻ്റർവെൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വനിതയിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ചില പടങ്ങൾ ഇൻ്റർവെൽ ഉണ്ടാവില്ല. ഈ പടത്തിന് ഇൻ്റർവെൽ ഇട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇൻഡോചേറിന് തോന്നിയെന്നുള്ളൂ ഈ സിനിമ മറ്റേ ഇൻ്റർവെൽ ഇട്ട് ആ വഴി ആൾക്കാർ വീട്ടിൽ പോകുന്നു. അതുകൊണ്ട് ഇൻ്റർവെൽ ഇട്ടില്ല. പടം തീർന്നു കഴിഞ്ഞിട്ട് പോയാൽ മതിയാവും. എന്തായാലും പൈസ വന്നേക്കണല്ലോ, അവൻ ഇരുന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇൻ്റർവെൽ ഇട്ടില്ല. അതുകൊണ്ട് മൊത്തം ഇരുന്ന് കണ്ട് എൻ്റെ പൊന്നി ഇത് കണ്ടു തീർത്ത് എന്നെ സമിക്കണം. ഇത് എത്ര ചെറിയ പടമായാലും എനിക്ക് തോന്നിയത് എന്തോ 3 മണിക്കൂർ നോവൽ കാണുന്ന അവസ്ഥയായിരുന്നു. അവാർഡ് പടം കാണുന്ന ഒരു അവസ്ഥ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം പറയാം. പിള്ളേരെ കൊണ്ടേ കാണിക്കാൻ പറ്റിയ പടമാണെന്ന് വെച്ചാൽ കാണിക്കാൻ പറ്റും. കാരണം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു പടമാണ്. വേറെ സംഭവമൊന്നുമില്ല. എൻ്റെ പൊന്നെ ആകെ സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പറയാം. എനിക്ക് തോന്നുന്നത് 5 പേരുണ്ടായിരുന്നു. അതിനകത്ത് 2 പേര് കപ്പിൾസ് ആയിരുന്നു. അവർ സിനിമ കണ്ടാവുന്നതിന് എനിക്ക് ഡൗട്ടാണ്. അങ്ങനത്തെ അവസ്ഥയാണ്. എന്തുകൊണ്ടെന്ന് എന്നോട് ചോദിക്കരുത്, നിങ്ങൾ ഊഹിച്ചെടുത്തോളാം. എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അത്ര പറയാനുള്ളൂ. ശരി, ഞാൻ പോണേ.